പറയാൻ പോകുന്നത് Reno 15 Pro Mini vs E70 Liteൻ്റെ കമ്പാരിസൺസാണ്. നമ്മൾ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയിലെ 6.32 ഇഞ്ചിൻ്റെ കോമ്പാക്ട് സൈസ് ഫോണാണ് വന്നിട്ടുള്ളത്. അതിൽ വൺ ഹാൻഡ് യൂസബിലിറ്റി കംഫർട്ടബിളാണ്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് വിത്ത് 200 MB മെയിൻ ക്യാമറയാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഷാർപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ബെറ്റർ സൂം കിട്ടുന്ന ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് 3.5x വന്നിട്ടുണ്ട് പോർട്രേറ്റിൽ. അതിൽ നമുക്ക് DSLR പോലെയുള്ള ഫോട്ടോ വിത്ത് ബൊക്കെ എഫക്റ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് 120x സൂമിങ്ങിൻ്റെ ടെലിസ്കോപ്പ് സൂം വരുന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എത്ര ദൂരത്തിൽ വേണമുള്ള ഒബ്ജക്റ്റ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പറ്റും. പിന്നീട് നമുക്ക് വീഡിയോ റെക്കോർഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4K 60 FPS വിത്ത് HDR അൾട്രാ സ്റ്റഡിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ HDR സപ്പോർട്ടഡ് ഉള്ളതുകൊണ്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് പിന്നീട് വന്നിട്ടുള്ള ഫ്രണ്ട് ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ 100° FOV എന്നുള്ളതുകൊണ്ട് ഗ്രൂപ്പ് സെൽഫി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നീട് MediaTek Dimensity 8450ൻ്റെ പ്രോസസ്സറാണ്. അതിൽ ആൻറ്റുറ്റു സ്കോർ വരുന്നത് 20 lakh വരുന്നതുകൊണ്ട് നമുക്ക് ഹൈ BGM പോലെയുള്ള ഗെയിമൊക്കെ 120 FPS വരെ നമുക്ക് സപ്പോർട്ടിങ് വരുന്നുണ്ട്. കൂടാതെ ക്യാമറയിൽ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ പോപ്പ് ഔട്ട് AI പോർട്രേറ്റ് ഗ്ലോ ഓപ്പോൻ്റെ ഫോണിലായിട്ടുള്ള മോഡലാണ്.